الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونتوب إليه، ونعوذ بالله تعالى من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله وصفيه من خلقه وخليله. بلغ الرسالة، أدى الأمانة، نصح الأمة، وكشف الله به الغمة. اللهم صل وسلم وبارك على هذا النبي الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن أفضل الكتاب كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും താൽപര്യത്തോടെയും ശ്രദ്ധയോടെയും നടപ്പിൽ വരുത്താൻ പ്രയത്നിക്കണം. അല്ലാഹുവിന്റെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളത് നമ്മുടെ മുഴുവൻ വ്യവഹാരങ്ങളുടെയും ലക്ഷ്യമായിട്ട് നമ്മൾ കാണണം. അവന്റെ പ്രീതിക്ക് വിരുദ്ധമായ സംഗതികളിൽ ഏർപ്പെടുന്നതിലൂടെ കിട്ടുന്ന സന്തോഷവും നേട്ടങ്ങളും വളരെ നൈമിഷികമായിരിക്കും എന്ന് ഓർക്കണം. അവന്റെ പ്രീതിയുടെ പാത പിന്തുടരുന്നതുകൊണ്ട് സംഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ വിജയമായി മാറും എന്ന് നമ്മൾ കാണണം. ഈ നിലക്ക് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും സാധ്യമാകുന്നതിന്റെ പരമാവധി അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മാർഗദർശനങ്ങൾക്ക് വിധേയമാണ് എന്നുറപ്പുവരുത്താൻ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. നാഥൻ തുണക്കുമാറാവട്ടെ. ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മളുള്ളത്. ദുൽഹജ്ജ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട മാസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഹജ്ജ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിലെ, നിർബന്ധ സ്വഭാവമുള്ള കർമ്മങ്ങളിലെ, അതുപോലെ ഇസ്ലാം കാര്യങ്ങളിലെ 5ാമത്തെ കാര്യമാണ്. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് എന്നീ അടിസ്ഥാന കർമ്മങ്ങളും കലിമത്ത് ഷഹാദത്ത് കലിമയും ചേർന്നതാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു 5 അല്ലെങ്കിൽ 6 ദിവസത്തെ കർമ്മങ്ങൾ മാത്രമാണ്. ദുൽഹജ്ജ് 8 ആളുകൾ മിനയിലെത്തുന്നു. ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മിനയിലെത്തുന്നു. 9 ഉച്ചയ്ക്ക് മുമ്പായിട്ട് അവർ അറഫയിൽ സംഗമിക്കുന്നു. അന്ന് സൂര്യാസ്തമയത്തിന് ശേഷം അറഫയിൽ നിന്ന് ഈ ലക്ഷക്കണക്കിന് ആളുകൾ മുസ്തലിഫ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നു. മുസ്തലിഫയിൽ രാത്രി തങ്ങിയതിനു ശേഷം ദുൽഹജ്ജ് 10 രാവിലെ അവർ മിനയിലേക്ക് ജംറത്തുൽ അഖബയിൽ മിനയിൽ ചെല്ലുന്നു. ജംറത്തുൽ അഖബയിൽ 7 കല്ലുകൾ എറിയുന്നു. അതിനുശേഷം അന്ന് തന്നെ മക്കത്ത് പോയി 7 തവാഫും 7 സഅയും ചെയ്യുന്നു. പിന്നീടുള്ള 2 ദിവസങ്ങൾ അല്ലെങ്കിൽ 3 ദിവസം അവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അല്ലാഹു. മിനയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നു. 3 ജംറകളിലും 7 വീതം കല്ലെറിയുന്നു. അവസാനം വിടവാങ്ങൽ തവാഫ് നടത്തി ഹാജിമാർ അവിടെ നിന്ന് പോരുന്നു. ഇത്രയുമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇത് പറഞ്ഞത് നമ്മളിപ്പോ ഹജ്ജിന് പോകുന്ന ആളുകളല്ല ഈ ഉടനെ. അതേസമയം അടുത്ത വർഷം ആരെങ്കിലും ഹജ്ജിന് പോകണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സന്ദർഭവശാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഏകദേശം അത് ഇപ്പോൾ തീരുമാനിക്കണം. ഇപ്പോൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഈ നിമിഷം തീരുമാനിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു സമയത്ത് തീരുമാനിക്കണം. 1 വർഷമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയാവാം. ആർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് ഈ പറയുന്നത്? അതേ സംബന്ധിച്ച് വിസ്തരിച്ച് വേറെ പറയേണ്ടതാണ് ഒരർത്ഥത്തിൽ. പക്ഷെ ഞാനിപ്പോ ഈ സംസാരത്തിന്റെ ഒരു മുഖവുര എന്ന നിലക്കുള്ള ഭാഗത്ത് തന്നെ ഇത് ഓർമ്മപ്പെടുത്തുന്നത്, ശാരീരികവും സാമ്പത്തികവും നിയമപരവുമായി യാത്രക്ക് തടസ്സമില്ലാത്ത, ഒരു ഹജ്ജ് യാത്രക്ക് തടസ്സമില്ലാത്ത ആള്, അയാൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ശാരീരികം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു യാത്ര ചെയ്യാൻ കഴിയാത്ത അത്രക്ക് കിടപ്പ് രോഗിയല്ല. ഇന്നിപ്പോ എല്ലാവരും രോഗികളാണ്. അപ്പോ താരതമ്യേന അവിടെയൊക്കെ പോയി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു വരാനുള്ള ആരോഗ്യം അയാൾക്കുണ്ട്. ഈ ഗൾഫ് ഈ ഒരു യാത്ര ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി വരാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഹജ്ജിന് എത്രയാണോ ആവശ്യം വരുന്നത് സാമ്പത്തികം, അടിസ്ഥാന നിർബന്ധ ബാധ്യതകൾ നിർവഹിക്കുന്നതോടൊപ്പം ഇതിനുള്ള സാമ്പത്തിക ശേഷി അയാൾക്കുണ്ട്. അതുപോലെ നിയമപരമായ മറ്റ് തടസ്സങ്ങൾ അയാൾക്കില്ല. പാസ്പോർട്ട് ലഭിക്കാത്ത ആളോ അല്ലെങ്കിൽ പുറത്തേക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ലാത്ത ആളോ ഒന്നുമല്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളുടെയൊക്കെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ആളുകളിൽ ഈ ഗണത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹജ്ജ് നിർബന്ധമാണ്. ഏത് കർമ്മത്തെയും പോലെ നിർബന്ധമായ ഒരു ബാധ്യത നിർബന്ധമാകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ നിർബന്ധ ബാധ്യതയുടെ നിർവഹണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നീട്ടി കൊണ്ടുപോകാൻ പാടില്ല. പണ്ടേ സാമ്പത്തിക ശേഷിയില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് പിന്നീട് മക്കളായിട്ടൊക്കെ സമ്പാദിച്ച് സാമ്പത്തിക ശേഷിയുണ്ടായി വരുമ്പോൾ മാതാപിതാക്കൾ വൃദ്ധരായ അവസ്ഥയിൽ ഹജ്ജിന് പോകുന്നത് നിങ്ങൾ കണ്ടിരിക്കും. അതിന് അവരെ പഴിക്കാനൊന്നുമില്ല. അവർക്ക് അപ്പോഴാണ് നിർബന്ധമാകുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് ഇത് ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പവിത്രതയോടെ ഇഹലോകത്ത് നിന്ന് പിരിയാമല്ലോ എന്ന് കരുതിയിട്ട് ശാരീരികവും സാമ്പത്തികവും നിയമപരവുമായി തടസ്സമില്ലാത്ത ആളുകൾ ഹജ്ജ് പിന്തിപ്പിക്കുന്നത് ശരിയല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഇത് ഹജ്ജ് മാസമാണ് എന്ന പരാമർശത്തിന്റെ ഒരു ചെറിയ വിശദീകരണമാണ്. അപ്പോ ഹജ്ജ് മാസത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരു പരാമർശമുണ്ട്. അത് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ 5 അല്ലെങ്കിൽ 6 ദിവസത്തെ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. പിന്നെ മദീനയിലേക്കൊരു യാത്ര അതിന്റെ കൂടെ സ്വാഭാവികമായും അതൊരു ഇസ്ലാമിന്റെ പുണ്യഭൂമിയാണ്, 2ാമത്തെ ഹറമാണ്.
അവിടെ ആ ഹറമ് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ച് യാത്ര പോകുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ പഠിപ്പിക്കപ്പെട്ട പ്രവാചക ചര്യയുടെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഹജ്ജിന് പോയ ആളുകളൊക്കെ മദീനയിലും പോകും. അത്രയും കർമ്മങ്ങളാണ്. അപ്പൊ മദീന എന്ന് പറയുന്നത് ഹജ്ജിന്റെ ഭാഗമല്ല, അത് അതിനോട് ചേർത്ത് വെച്ച് ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ ന്യായം നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകെ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ നിലനിൽക്കുന്ന ഈ കർമ്മത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഒരു പ്രയോഗം, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ്. ഹജ്ജ് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എണ്ണപ്പെട്ട കുറച്ച് ദിവസങ്ങളല്ല, അറിയപ്പെട്ട കുറച്ച് മാസങ്ങളാണ്. അതിലൊരുപാട് പാഠങ്ങളുണ്ട്. ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരികവും സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഒരുക്കം അല്ലാതെ വാരിപ്പിടിച്ച് ചാടിച്ചെന്ന് നിർവഹിച്ചു പോരാവുന്ന ഒരു കാര്യമല്ല. മനുഷ്യനെ തന്നെ മാറ്റിപ്പണിയുന്ന ഒരു കർമ്മമാണിത്. അങ്ങനെ ചിന്തിക്കുമ്പോ ആ ഒരു പരിശീലനത്തിൽ ഇയാൾ ഏർപ്പെടുകയാണ്. തന്നെ അയാൾ പാകപ്പെടുത്തുകയാണ്. തന്റെ തകരാറുകൾ അയാൾ സ്വയം അറിഞ്ഞ് തിരുത്തുകയാണ്. ഈ അനുഷ്ഠാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞിനെ പോലെ പരിശുദ്ധമാകാനുള്ള പ്രയത്നത്തിൽ അയാൾ മനസ്സാ വാച കർമ്മണ ഏർപ്പെടുകയാണ്. അങ്ങനെ അയാളായിട്ടൊന്നും ചെയ്യാതെ ഈ ഒരു കർമ്മമായിട്ട് ഇയാൾ അങ്ങ് ശുദ്ധീകരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് ഏത് കാര്യത്തിനും ബാധകമാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന് പറയുമല്ലോ. വിശുദ്ധ ഖുർആനിന്റെ ഒരു തത്വമാണത്. മനുഷ്യ സമൂഹം അവരുടെ അവസ്ഥ എന്താണോ അത് മനസ്സിലാക്കി അതിൽ നിന്നും മാറാൻ സന്നദ്ധമല്ലെങ്കിൽ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ഖൗമിനെയും അല്ലാഹു മാറ്റൂല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവരിലുള്ളത് അവര് മാറ്റാൻ സന്നദ്ധമാകാത്തിടത്തോളം. അപ്പോ ഈ ഒരു വശം നമ്മളുടെ മനസ്സിലുണ്ടാവണം. സാമ്പത്തിക ശേഷിയുള്ള നേരത്തെ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്ത ആളുകൾ ഹജ്ജിനെ കുറിച്ച് കാര്യഗൗരവത്തിൽ ആലോചിക്കണം. ഇത് ഹജ്ജ് മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ആ പറഞ്ഞത്. ആ ആയത്തും ഹദീസും വെച്ച് ഹജ്ജിന്റെ നിർബന്ധ ബാധ്യതയുടെ പ്രാധാന്യത്തെപ്പറ്റി നമുക്ക് പറയാം. നമ്മൾ സാധാരണ ഹജ്ജ് ക്യാമ്പുകളിലും ക്ലാസുകളിലുമൊക്കെ ഇത്തരം ക്ലാസുകൾ കേൾക്കാറുണ്ട്. ഈ പരിമിതമായ സമയത്ത് ഞാനിപ്പോ ആ വശത്തേക്ക് പോകുന്നില്ല. ഇത് ഹജ്ജ് മാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതിന്റെ രണ്ടാമത്തെ ഭാഗം, ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ മറ്റു മാസങ്ങളിലെ സാധാരണ ദിവസങ്ങളെ പോലെയല്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന ഒരു പ്രയോഗമുണ്ട്. വശഫ്ഇ വൽ വത്ർ, അതിന്റെ ബാക്കി ഭാഗം ഇപ്പോ ഇവിടെ പ്രസക്തമല്ല. വൽ ഫജ്ർ, പ്രഭാതത്തെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്തിരിക്കുകയാണ്. വലയാലിൻ അശ്ർ, 10 രാവുകളെയും അല്ലാഹു സത്യം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ഈ 10 വലയാലിൻ അശ്ർ എന്ന് പറയുന്ന ഈ 10 രാവുകൾ ഏതാണ്? ഇതേ സംബന്ധിച്ച് പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള അഭിപ്രായം അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങൾക്കുള്ള പ്രത്യേകത വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇപ്രകാരം കാണാം. മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമൽ അശ്ർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയാണ്, മാമിൻ അയ്യാമിൻ അൽ അമലു സാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ്. ഒരൊറ്റ ദിവസവും ഒരു ദിവസവുമില്ല ആ ദിവസങ്ങളിലെ അമലു സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തീരുന്ന മറ്റു ദിവസങ്ങളൊന്നും ഏതുമേയില്ല. ഇല്ല മിൻ അയ്യാമിൽ മിൻ ആദിഹിൽ അയ്യാം, ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ വേറെ ഒരു രാവുമില്ല, ഒരു സന്ദർഭവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വല്ലൽ ജിഹാദ് ഫീ സബീലില്ലാ, അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുക എന്നത് അതിനേക്കാൾ ശ്രേഷ്ഠമല്ലേ?
മറ്റുള്ള ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളെക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരമായ വേറെ അമലുകളില്ല, വേറെ കർമ്മങ്ങളില്ല എന്ന് പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദോ? വലൽ ജിഹാദു ഫീ സബീലില്ല. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ഈ നാളുകളിലുള്ള അമലുകൾ, അമലുസ്സാലിഹാത്തുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിന്റെ കൂടെ അവിടുന്ന് പറഞ്ഞു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരു മനുഷ്യൻ തന്റെ സമ്പത്തോ ജീവനോ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടു. ആ പോരാട്ടത്തിൽ അയാൾക്കത് തിരിച്ചുപിടിക്കാനായില്ല, അതിന്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ അയാൾ ഒഴികെ മനുഷ്യന്റെ സമ്പത്തിനും ജീവനുമുള്ള പ്രാധാന്യം, അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപറ്റി അധികം പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. പക്ഷേ മനുഷ്യന്റെ അഭിമാനവും ജീവനും സമ്പത്തും സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് ആ വഴിയിൽ ജീവത്യാഗം ചെയ്യുന്ന ആളുടെ സവിശേഷത ഒന്ന് വേറെ തന്നെയാണ്. അതങ്ങ് മാറ്റി നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ബാക്കിയുള്ള ജിഹാദിനേക്കാളും പവിത്രമാണ് ഈ ദിവസങ്ങളിലെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിയുമായി തട്ടിച്ചു നോക്കുമ്പോ എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സവിശേഷത നമ്മൾ നോക്കിയാൽ, ഒന്നാമത്തത് ഇപ്പൊ ഈ ഉളുഹിയ്യത്ത് തീരുമാനിച്ചവരുണ്ടാകും, സ്വന്തം നിലക്ക് ഒരു ഉരുവിനെ ബലിയെറുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വലിയ മൃഗങ്ങളിൽ, മറ്റു മൃഗങ്ങളിലൊക്കെ, മാടുകളിലൊക്കെ 7 വരെ ഷെയറുകൾ, പങ്കുകൾ ചേർന്നുകൊണ്ട് ഉളുഹിയ്യത്തിൽ പങ്കാളികളായ ആളുകൾ ഉണ്ടാവും. ഈ ഉളുഹിയ്യത്ത് സുന്നത്തായ ഒരു പ്രബലമായ ഒരു കാര്യമാണ്. അപ്പോ ആ ഉളുഹിയ്യത്തിൽ പങ്കുചേർന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാ ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചതു മുതൽ ഉളുഹിയ്യത്തിന്റെ സമയം വരെയുള്ള, ഉളുഹിയ്യത്ത് അറുക്കുന്നത് വരെ അവരവരുടെ നഖം മുറിക്കാതെ, അവർ മുടി വെട്ടാതെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാവുന്നതാണ്. അപ്പോ ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ നഖം മുറിക്കരുത്, മുടിയെടുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനത്തോട് ഏകദേശം സമാനമാണിത് എന്ന് അതുപോലെ തന്നെ ദുൽഹജ്ജ് മാസത്തിലെ യദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ലിയശ്ഹദൂ മനാഫിഅ ലഹും. വിശ്വാസികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന്, വിവിധ പ്രായക്കാർ, ലിംഗഭേദം പരിഗണിക്കാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒന്നിച്ച് വന്ന് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ്. അതിന്റെ വേറെ ഒരു വശം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഹജ്ജ് കർമ്മത്തിനു വേണ്ടി, ഈ ഹജ്ജ് കഴിഞ്ഞാൽ അടുത്ത ഹജ്ജിന് വേണ്ടി പല തലത്തിലുള്ള ഒരുക്കങ്ങൾ ലോക മുസ്ലിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ്. അവിടെ എത്ര ആളുകൾക്ക് ഭക്ഷണം വേണം, അവിടെ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം. അപ്പോ ഹജ്ജ് എന്ന് പറയുന്നത് വെറും ഒരു ആരാധനാകർമ്മം മാത്രമല്ല, അത് ലോക മുസ്ലിങ്ങളുടെ സാമ്പത്തിക വ്യവഹാരങ്ങളെ മൊത്തം സ്വാധീനിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ്. അതിന് അതിന്റേതായ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ദുന്യവിയായ പ്രയോജനങ്ങളുണ്ട്, ഉഖ്റവിയായ പ്രയോജനങ്ങളുണ്ട്, ഭൗതികമായ പ്രയോജനങ്ങളുണ്ട്, ആത്മീയമായ പ്രയോജനങ്ങളുണ്ട്. ലിയശ്ഹദൂ മനാഫിഅ ലഹും, ഈ നാനാവിധങ്ങളായ പ്രയോജനങ്ങൾക്ക് ജനം സാക്ഷിയാവാൻ. എന്നിട്ട് അതിനോടൊപ്പം ചേർത്ത് അല്ലാഹു പറയുകയാണ്, വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അവർക്ക് മൃഗങ്ങളുടെ മാംസം തീറ്റപ്പെട്ടതിനും അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകളുടെയൊക്കെ പേരിൽ അവർ അള്ളാഹുവിനെ സ്മരിക്കാൻ, അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വർദ്ധിപ്പിക്കണം എന്നത് ഹാജിമാർക്ക് നൽകപ്പെട്ട നിർദ്ദേശങ്ങളുടെ വിഭാഗമാണ്. അതേ നിർദ്ദേശം നമുക്കും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ദുൽഹജ്ജ് മാസത്തിന്റെ സവിശേഷത പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെയും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹജ്ജിന് പോയിട്ടില്ലാത്തവരും ഹജ്ജിലെന്ന പോലെ കഴിയുന്ന ദിനരാത്രങ്ങൾ എന്നതാണ് ദുൽഹജ്ജ് മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പൊതുവിൽ മനസ്സിലാക്കാവുന്നതാണ്. ഹജ്ജിലുള്ളവർ ഏത് തരത്തിലുള്ള ആത്മീയ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം. ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യം എടുത്തു നോക്കൂ. ഒന്നാമത്തെ കാര്യത്തിൽ ഷഹാദത്ത് കലിമ, അത് നാവുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കാരം മാത്രമാണ്. നോമ്പ്, സക്കാത്ത് സാമ്പത്തിക പ്രവർത്തനം മാത്രമാണ്. അങ്ങനെ ഓരോന്നിനെ കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അഞ്ചാമത്തെ കാര്യത്തിൽ എത്തുമ്പോ
ആദ്യത്തെ 4 കാര്യങ്ങളും അതിൽ ഉൾച്ചേർന്നിരിക്കുകയാണ്. ഹജ്ജിന് പോയ ആള് ഒരുപാട് പിന്നെ സുന്നത്തുകൾ നിസ്കരിക്കുകയാണ് ഹറമിൽ വെച്ചിട്ട്. കാരണം നമസ്കാരത്തിന് പ്രതിഫലം വർദ്ധിതമായ തോതിൽ കിട്ടുന്ന കർമ്മം എന്ന സന്ദർഭമാണ്. അതുപോലെ നോമ്പെടുക്കുകയാണ്. സാമ്പത്തികമായ വ്യയം, പല രീതിയിലുള്ള ചെലവഴിക്കലും വർദ്ധിക്കുകയാണ്. അപ്പോ ഇസ്ലാം കാര്യങ്ങളിലെ എല്ലാ കാര്യങ്ങളുടെയും ചൈതന്യം ഹജ്ജിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഹജ്ജിന് പോയിട്ടില്ലാത്ത ആളുകളും ധാരാളമായി അമലുസ്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ സാമീപ്യം തേടുവാനുള്ള വഴി നിർബന്ധ ബാധ്യതകളുടെ നിർവഹണമാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. മൻ ആദാലി വലിയൻ, എന്റെ ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് തുടങ്ങുന്ന ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹു പറയുന്നത് പോലെ ഖാലല്ലാഹു തആല എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഹദീസ്. അങ്ങനെ ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ അഫ്തറൽതുഹു അലൈഹി. എന്റെ ദാസന്മാരിൽ ആരും തന്നെ എന്നിലേക്ക് സാമീപ്യം തേടുന്നില്ല, ഞാൻ അവന് നിർബന്ധമാക്കി കൊടുത്തത് നിർവഹിച്ചിട്ടല്ലാതെ. അപ്പൊ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ സാമീപ്യം തേടണം എന്ന് നമ്മളോട് പറയപ്പെട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സാമീപ്യം തേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി നിർബന്ധ ബാധ്യതകളുടെ നിർവഹണമാണ്. എന്തൊക്കെ നിർബന്ധ ബാധ്യതകളാണോ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മേലിൽ വന്നു ചേർന്നിട്ടുള്ളത്, ആ ബാധ്യതകളുടെ യഥാവിധി നിർവഹണം, ഫർള് നിസ്കാരം സമയത്തിന് നിർവഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ, മറ്റ് സാമ്പത്തികവും ശാരീരികവുമായ എന്തൊക്കെ നിർബന്ധ ബാധ്യതകളുണ്ടോ ഈ നിർബന്ധ ബാധ്യതകൾ യഥാവിധി നിർവഹിക്കുകയാണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള അടിസ്ഥാന മാർഗം ഒരു വശത്ത്. രണ്ടാമത്തത് കുറെ കൂടി അധികം അള്ളാഹുവിനോട് സാമീപ്യം തേടണം എന്നാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ തുടർച്ചയിൽ പറയുന്നുണ്ട്, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എന്റെ ദാസൻ ഐച്ഛിക കർമ്മങ്ങൾ, അപ്പോ ഫർള് നിർവഹിക്കാതെ മിനിമം ഫർളെങ്കിലും നിർബന്ധ ബാധ്യതകളെങ്കിലും നിർവഹിക്കാതെ ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ സാമീപ്യം തേടുക എന്നത് സാധ്യമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഔലിയ സങ്കല്പമുണ്ടായിരുന്നു. അപ്പൊ ആള് ഔലിയാണ്, നിസ്കരിക്കുന്നില്ല, മറ്റ് നിർബന്ധ ബാധ്യതകളൊന്നും നിർവഹിക്കുന്നില്ല, പക്ഷെ അയാൾ അള്ളാഹുവിന്റെ വലിയിൽപ്പെട്ട ഒരാളാണ് എന്ന് ജനം കരുതുമായിരുന്നു ഒരു ഘട്ടത്തിൽ. ഇപ്പോ ആ അന്തരീക്ഷത്തിലൊക്കെ കുറെ മാറ്റം വന്നു. ചൂഷണം വേറെ പല വഴിയിലേക്കും ഗതിമാറി എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഒരു ദീനിന്റെ ഒരു പൊതുതത്വം, തർക്കരഹിതമായ ഒരു പൊതുതത്വം, നമ്മളിൽ ആരെങ്കിലും അള്ളാഹുവിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ സാമീപ്യം തേടാനുള്ള വഴി യഥാവിധി നിർബന്ധ ബാധ്യതകളുടെ നിർവഹണമാണ്. നമ്മളിൽ ആരെങ്കിലും അള്ളാഹുമായുള്ള സാമീപ്യം കുറച്ച് കൂടുതലാക്കാൻ, വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അവർക്ക് ഈ ഫർളിനോടൊപ്പം ഐച്ഛികമായ കർമ്മങ്ങൾ കൂടി വർദ്ധിപ്പിക്കുക എന്നതാണ്. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഈ അർത്ഥത്തിൽ ഐച്ഛികമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. നിർബന്ധ ബാധ്യതകൾ ഒരു വീഴ്ചയും കൂടാതെ നിർവഹിക്കുന്നതോടൊപ്പം ഐച്ഛികമായ കർമ്മങ്ങൾ, നവാഫിലുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണം ഉൾപ്പെടെ, സുന്നത്ത് നോമ്പ്, ദിക്റുകൾ, ദുആകൾ, ഇങ്ങനെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട അള്ളാഹുവിന്റെ സാമീപ്യം നേടാനുള്ള സുന്നത്തിൽ സ്ഥിരപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നത്ര വർദ്ധിപ്പിച്ചുകൊണ്ട് ഹജ്ജിലല്ലാത്തവരും ഹജ്ജിലെന്നതുപോലെ ഒരാത്മീയമായ അന്തരീക്ഷത്തിൽ കഴിയുക എന്നതാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലെ അധ്യാപനങ്ങളുടെ ചൈതന്യം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലാണ് അറഫ നോമ്പ് വരുന്നത്. അറഫ നോമ്പ് എന്ന് പറയുന്നത് അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന ദിവസമാണോ നോൽക്കേണ്ടത്, അതല്ല ഇവിടത്തെ ദുൽഹജ്ജ് 9-നാണോ എന്ന രണ്ടഭിപ്രായം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ഒരാളുടെ നിയ്യത്ത്, അയാൾ നിഷ്കളങ്കമായി ഏതാണോ ഉൾക്കൊണ്ടിട്ടുള്ളത് ആ ആളുകൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ് എന്നാണ് അതേക്കുറിച്ച് എന്റെ അഭിപ്രായം. അതിൽ അവിടെ ഹാജിമാർ നിൽക്കുന്ന അന്ന് തന്നെ ആവണം എന്ന് വാശി പിടിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇവിടത്തെ ദുൽഹജ്ജ് 9-ആണ്, ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. സൗമ് യൗമ് അറഫ ദിനത്തിലെ നോമ്പ് എന്ന് മാത്രമല്ല പ്രയോഗം വന്നിട്ടുള്ളത്, 2 പ്രയോഗവുമുണ്ട്.
അപ്പൊ ഈ രണ്ട് കാഴ്ചപ്പാടിനും ഫലമുണ്ട്. അതിലേറ്റവും ഉചിതമായി തോന്നുന്നത് എന്തോ അത് ഓരോരുത്തരും നിർവഹിക്കുക. പക്ഷേ അറഫയിലെ നോമ്പ് എന്ന് പറയുന്നത് ഈ അവ്യക്തതകൾക്കും തർക്കത്തിനുമപ്പുറം ഒരു സുസമ്മതമായ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കുക. ആ നോമ്പനുഷ്ഠി ഐച്ഛികമായ സുന്നത്തായ നോമ്പാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അറഫ നോമ്പിനെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ, ഖുർആനികവും പ്രവാചകനിൽ നിന്നും ലഭിച്ച അധ്യാപനങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ, വിശ്വാസി സമൂഹം ഒന്നടങ്കം ഹജ്ജിലല്ലെങ്കിലും ഹജ്ജിലെന്ന പോലെ കഴിയുക എന്നതാണ് അതിന്റെ സ്പിരിറ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കണം, മുന്നേറണം എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാനും നമ്മൾ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും റഹ്മാനായ റബ്ബേ, പാപികളും ദുർബലരുമായ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.